എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ അപേക്ഷ നാളെ മുതൽ ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു. സർക്കുലർ വന്നിട്ടുണ്ട്. സർക്കുലർ വായിച്ച് ഞാനത് വിശദീകരിച്ച് തരാം. വിശദമായ വാർത്തയ്ക്ക് മുൻപായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായ മാത്രം തീർച്ചയായും ലൈക്ക് ചെയ്യുക. സുഹൃത്തുക്കളിലേക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ അങ്ങനെ അവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതിന് തീർച്ചയായും ലൈക്ക് ചെയ്യുക. സുഹൃത്തുക്കളിലേക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയം ഹയർ സെക്കൻഡറി വിഭാഗം പുറപ്പെടുവിക്കുന്ന സർക്കുലറാണ്. മെറിറ്റ് വേക്കൻസി സീറ്റുകളിലേക്കുള്ള അപേക്ഷ സമർപ്പണവും പ്രവേശനവും സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ വായിച്ചുതരാം. അപേക്ഷ നാളെ മുതലാണ്. ആർക്കൊക്കെ അപേക്ഷിക്കാമെന്നൊക്കെ അതിൽ ഇടയ്ക്ക് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. എല്ലാം വിശദീകരിച്ചുതരാം. വിവിധ അലോട്ട്മെൻറ്റുകളിൽ അപേക്ഷിച്ചിട്ടും നാളിതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാതിരുന്നവർക്കും ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാൻ കഴിയാതിരുന്നവർക്കും നിലവിലുള്ള വേക്കൻസിയിൽ പ്രവേശനം നേടുന്നതിനായി 2024 ജൂലൈ ഉച്ചയ്ക്ക് 1 മണി മുതൽ ആഗസ്റ്റ് 8 വൈകിട്ട് 4 മണി വരെ അപേക്ഷ സമർപ്പിക്കാം. അതായത് വിവിധ അലോട്ട്മെൻറ്റുകളിൽ അപേക്ഷ നൽകിയിട്ടും നാളിതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ, നിങ്ങൾ അലോട്ട്മെൻറ്റ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും ഫസ്റ്റ്, സെക്കൻഡ് സപ്ലിമെൻ്ററിയിൽ അപേക്ഷ നൽകിയിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്തവർക്കും അപേക്ഷിക്കാം. പല വിദ്യാർത്ഥികളും ചോദിച്ചൊരു ചോദ്യമാണ്, ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്തവർക്ക് അപേക്ഷിക്കാൻ പറ്റുമോ എന്ന്. ഇപ്പോൾ ഈ സ്പോട്ട് അഡ്മിഷൻ എന്താണ്? ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാൻ സാധിക്കും. നിങ്ങൾ ഇതുവരെ അപേക്ഷ കൊടുത്തില്ലേ എന്നാൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അപേക്ഷ കൊടുത്തില്ലല്ലോ അപേക്ഷിക്കാം. എന്നാൽ നിലവിൽ ഏതെങ്കിലും കോട്ടയിൽ പ്രവേശനം നേടിക്കഴിഞ്ഞ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. നിലവിൽ ഏതെങ്കിലും കോട്ടകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. അതായത് ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞിരുന്നു, മാനേജ്മെൻറ്റ് കോട്ട, അൺഎയ്ഡഡ് കോട്ട, സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട. മാനേജ്മെൻറ്റ് കോട്ട, അൺഎയ്ഡഡ് കോട്ട, സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട എന്നീ കോട്ടകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കൊന്നും അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. അതായത് മറ്റേതെങ്കിലും കോട്ടകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കില്ല. അത് പല വിദ്യാർത്ഥികളും ചോദിച്ചിട്ടുണ്ട്. മാനേജ്മെൻറ്റ് കോട്ടയിൽ പ്രവേശനം നേടിയവർക്ക്, കമ്മ്യൂണിറ്റി കോട്ടയിൽ പ്രവേശനം നേടിയവർക്ക് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയുള്ളവർക്കൊന്നും ഇതിന് അപേക്ഷ കൊടുക്കാൻ സാധിക്കില്ല. എന്തായാലും ഇതുവരെ അപേക്ഷിച്ചിട്ട് അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്കും കൊടുക്കാം, ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാൻ കഴിയാതെ പോയവർക്കും കൊടുക്കാം. പക്ഷേ മറ്റ് കോട്ടകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. നിലവിലുള്ള വേക്കൻസി അഡ്മിഷൻ വെബ്സൈറ്റായ www.hscap.kerala.gov.in 2024 ആഗസ്റ്റ് 6 വൈകിട്ട് 4 മണിക്ക് പ്രസിദ്ധീകരിക്കുന്നതാണ്. ആഗസ്റ്റ് 6 4 മണിക്ക് പ്രസിദ്ധീകരിക്കുന്നതാണ്. അതൊക്കെ പ്രസിദ്ധീകരിച്ചു. പ്രസ്തുത വേക്കൻസിയിൽ പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നവർ 2024 ഓഗസ്റ്റ് 7 ഉച്ചയ്ക്ക് 1 മണി മുതൽ ഓഗസ്റ്റ് 8 വൈകിട്ട് 4 മണി വരെയുള്ള സമയപരിധിയിൽ, അതായത് ഓഗസ്റ്റ് 7 എന്ന് പറയുമ്പോൾ നാളെയാണ്. നാളെ ഉച്ചയ്ക്ക് 1 മണി മുതൽ മറ്റന്നാൾ 8-ാം തീയതി വൈകിട്ട് 4 മണി വരെ നിങ്ങൾക്ക് സ്കൂളുകളിൽ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. കാൻഡിഡേറ്റ് ലോഗിനിലെ അപ്ലൈ ഫോർ വേക്കൻറ്റ് സീറ്റ്സ് എന്ന ലിങ്കിലൂടെ അപേക്ഷ സമർപ്പിക്കാം. നിങ്ങൾ അതിന് HSCAPൻ്റെ സൈറ്റിൽ കയറുക. നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്ക് വഴി കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. ഇനി കാൻഡിഡേറ്റ് ലോഗിൻ ഇതുവരെ അപേക്ഷ കൊടുക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന ലിങ്ക് കാണും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഓക്കെ ആണല്ലോ. അല്ലാത്തവർക്ക് ഡയറക്റ്റ് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇതുവരെയും അപേക്ഷ നൽകാൻ കഴിയാത്തവർ വെബ്സൈറ്റിലെ തുടർ പ്രവേശനങ്ങൾക്കായി കാൻഡിഡേറ്റ് ലോഗിനും ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിലൂടെ രൂപീകരിക്കണം. അതായത് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്തവർ ഡയറക്റ്റ് കാൻഡിഡേറ്റ് ലോഗിൻ അല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ലോഗിൻ ഐഡിയും ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുന്നതിനായി ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS വഴി നിങ്ങൾ ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യണം എന്ന ലിങ്കിലൂടെ രൂപീകരിക്കണം. തുടർന്ന് കാൻഡിഡേറ്റ് ലോഗിനിലെ അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കിലൂടെ പ്രസിദ്ധീകരിക്കപ്പെടുന്ന കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ, അത് ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും കിട്ടാത്തവരും കിട്ടിയവരെല്ലാം ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്ക് വഴി കാണും. അതിൽ നിങ്ങൾക്ക് സ്കൂളിൽ പോകണ്ടെന്ന് തോന്നുന്നു കേട്ടോ.
സാധാരണ സ്പോട്ട് അഡ്മിഷനൊക്കെ സ്കൂളിൽ പോയിട്ടാണ് കൊടുക്കേണ്ടത്. പക്ഷേ ഇത്തവണ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് തോന്നുന്നു, അപ്ലൈ ഓൺലൈനിൽ നിന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എന്തായാലും വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. നിങ്ങളുടെ ഭാഗ്യമാണത്. സാധാരണ സ്പോട്ട് അഡ്മിഷനൊക്കെ അപേക്ഷ സ്കൂളുകളിൽ ചെന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കിലൂടെ പ്രസിദ്ധീകരിക്കപ്പെടുന്ന വേക്കൻസിക്ക് അനുസൃതമായ ഓപ്ഷനുകൾ നൽകി അപേക്ഷ അന്തിമമായി സമർപ്പിക്കണം. അതായത് ഇപ്പം നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, കാരണം സ്പോട്ട് അഡ്മിഷനൊക്കെ പോകേണ്ടത് സാധാരണ സ്കൂളുകളിൽ പോയിട്ടാണ് അപേക്ഷ കൊടുക്കേണ്ടത്. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് സാധാരണ അഡ്മിഷൻ കൊടുത്ത പോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, സ്പോട്ട് അഡ്മിഷന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് വെബ്സൈറ്റിൽ തന്നെ ഓപ്ഷനുകൾ 1/2, 3, 4, 5 എന്ന് പറഞ്ഞ് അങ്ങനെ കൊടുത്തിട്ട് ഫൈനൽ കൺഫർമേഷൻ നൽകി അപേക്ഷ അന്തിമമായി സമർപ്പിക്കണം. അപേക്ഷയിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന വേക്കൻസിക്ക് അനുസൃതമായി എത്ര സ്കൂൾ കോഴ്സ് വേണമെങ്കിലും ഓപ്ഷനായി ഉൾപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്ക് എത്ര സ്കൂളുകളും കോഴ്സുകളും കൊടുക്കാം, അതിനൊന്നും ഒരു ലിമിറ്റില്ല ഇവിടെ കേട്ടോ. എത്ര സ്കൂളുകളും കോഴ്സുകളും കൊടുക്കാം, അതിനൊന്നും ഒരു ലിമിറ്റില്ല എന്നാണ് പറഞ്ഞത്. എത്ര സ്കൂളുകളിലേക്കും എത്ര കോഴ്സുകളിലേക്കും നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം. 2024 ആഗസ്റ്റ് 8 വൈകിട്ട് 4 മണി വരെ ലഭിക്കുന്ന സാധ്യതയുള്ള അപേക്ഷകൾ കേന്ദ്രീകൃതമായി പരിശോധിച്ച് മെറിറ്റ് അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി അഡ്മിഷൻ വെബ്സൈറ്റിൽ 2024 ഓഗസ്റ്റ് 9 രാവിലെ 9 മണിക്ക് പ്രസിദ്ധീകരിക്കുന്നതാണ്. അതായത് നിങ്ങൾ അപേക്ഷ കൊടുക്കുമ്പോൾ അപേക്ഷയിലെ വിവരങ്ങളെല്ലാം പരിശോധിക്കും. വിവരങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ശരിയാണെന്ന് ഉറപ്പാകുന്ന മാത്രം അപേക്ഷകൾ ബാക്കി പ്രൊസീജിയേഴ്സിന് വിടും. ഈ നിങ്ങൾ അപേക്ഷ കൊടുക്കുന്ന അടിസ്ഥാനത്തിലുള്ള റാങ്ക് ലിസ്റ്റ് ഓഗസ്റ്റ് 9 പ്രസിദ്ധീകരിക്കും. ഓക്കെ, അഡ്മിഷൻ ലഭിക്കാൻ കൂടുതൽ സാധ്യതയുള്ള സ്കൂൾ കോഴ്സ് റാങ്ക് ലിസ്റ്റുകളുടെ മനസ്സിലാക്കി അപേക്ഷകർ രക്ഷിതാക്കളോടൊപ്പം പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന സ്കൂളിൽ 2024 ഓഗസ്റ്റ് 6 രാവിലെ 10 മണി മുതൽ 12 മണിക്ക് മുമ്പായി യോഗ്യതാ സർട്ടിഫിക്കറ്റ്, വിടുതൽ സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റ്, അപേക്ഷയിൽ ബോണസ് പോയിൻ്റ് ലഭിക്കുന്നതിന് വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവയുടെ അസൽ രേഖകളും ഫീസായി പ്രവേശനത്തിനായി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതായത് അതവിടെ ഇത്ര കാര്യം അതങ്ങനെ വലിച്ചു നീട്ടി പറയുന്നത് മാത്രമല്ല, നിങ്ങൾക്ക് എന്താണ് അവിടെ പറഞ്ഞത്, നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഏകദേശം മനസ്സിലാവും. റാങ്കിൽ വലിയ ഡിഫറൻ്റ് ഒന്നും ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ ഓഗസ്റ്റ് 9 രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി 2 മണിക്കൂർ എന്ന ടൈമിൽ നിങ്ങൾക്ക് കോളേജിൽ, അതായത് യോഗ്യതാ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ SL സർട്ടിഫിക്കറ്റാണ്, വിടുതൽ സർട്ടിഫിക്കറ്റ് TC ആണ്, സ്വഭാവ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ കോൺട്രാക്ട് സർട്ടിഫിക്കറ്റാണ്, അപേക്ഷയിൽ ബോണസ് പോയിൻ്റ്, അതായത് NSS NCC പിന്നെ എന്തൊക്കെയാണ് SPC JRC റെഡ് ക്രോസ് എന്നൊക്കെ പറഞ്ഞ പോലെ അത് തന്നെയാണ്. പിന്നെ ഉൾപ്പെടുത്തിയ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വെയിറ്റേജ്, ബോണസ് പോയിൻ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, EWS പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ ഹാജരാകുന്ന വിദ്യാർത്ഥികളുടെ യോഗ്യത, മെറിറ്റ് മാനദണ്ഡങ്ങൾ റാങ്ക് ലിസ്റ്റിൻ്റെ സഹായത്തോടെ ഉറപ്പാക്കി പ്രസിദ്ധപ്പെടുത്തിയ വേക്കൻസിക്ക് തുല്യമായ സീറ്റുകളിൽ അതാത് പ്രിൻസിപ്പൾമാർ അന്ന് തന്നെ 12 മണിക്ക് ശേഷം ഉച്ചയ്ക്ക് 1 മണിക്കുള്ളിൽ പ്രവേശനം നടത്തുന്നതാണ്. അതായത് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ കിട്ടാൻ സാധ്യതയുണ്ട്, എന്തായാലും കിട്ടും. ഇത് ജോയിൻറ്റ് ഡയറക്ടർ അക്കാദമി ഹയർ സെക്കൻഡറി വിഭാഗം പുറപ്പെടുവിച്ച ഹയർ സെക്കൻഡറിയുടെ സിംഗിൾ വിൻഡോ സെല്ല് അത് പുറപ്പെടുവിച്ച സർക്കുലറാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അപേക്ഷ കൊടുക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.